ഹായ് ഹലോ അസ്സാം വലൈക്കും. ഇന്നത്തെ സൈറ്റ് പറഞ്ഞാൽ പരപ്പനങ്ങാടി നമ്മുടെ പോസിൻ്റെ വീട്ടിലാണ്, സത്തർബായുടെ വീട്ടിലാണ്. അപ്പോൾ അതിൻ്റെ ബേസ് കോട്ട് പറഞ്ഞാൽ ഇത് ഏഷ്യൻ അടിച്ചിട്ടുണ്ട്, ഏഷ്യൻ്റെ ബേസ് കോട്ടാണ്. അപ്പോൾ നമ്മളെ നമ്മളെ കുട്ടി വരാം. പിന്നെ ഇതിൻ്റെ കൂട്ട് നമ്മളെ ഗോൾഡ് ബ്രൗണും ബ്ലാക്കും പിന്നെ റെഡും ആഡ് ചെയ്യുന്നുണ്ട്. റെഡ് ആഡ് ചെയ്യുന്നത് നമ്മൾ ഈ ബേസ് കോട്ട് ഓൾറെഡി ഡാർക്ക് ഷെയ്ഡാണ്. അത് ഏഷ്യൻ്റെ ബേസ് കോട്ടാണ് നമ്മളെ തേക്ക് സ്പെഷ്യൽ. പിന്നെ കുറേ ആളുകൾ നമ്മൾ വിളിച്ച് ചോദിക്കാറുണ്ട്, നമ്മൾ ഈ ബെർജറിൻ്റെ മുകളിലും ഏഷ്യൻ്റെ സാധാ നമ്മൾ ടർപ്പൻ ബേസ് അടിച്ച ബേസ് കോട്ടിൻ്റെ മുകളിൽ നമ്മൾ വരച്ച് കഴിഞ്ഞതിൻ്റെ ശേഷം PU ക്ലിയർ അടിക്കാൻ പറ്റുമോ, സ്പ്രേ ചെയ്യാൻ പറ്റുമോ, ബ്രഷ് ചെയ്യാൻ പറ്റുമോ? ഒരിക്കലും ചെയ്യാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? നമ്മളെ ബേസ് കോട്ട് സാധാ ടർപ്പൻ ബേസ് ആയതുകൊണ്ട് PU മെറ്റീരിയൽസുള്ള ഏത് ക്ലിയറും അടിക്കാൻ പറ്റില്ല, നമ്മളെ ഗ്രെയിൻസ് പൊള്ളിക്കും. ബേസ് കോട്ട് ഇനി PU മെറ്റീരിയൽസുള്ള ഏത് ബേസ് കോട്ടായാലും പൊള്ളിക്കില്ല. നമുക്ക് ബ്രഷ് കൊണ്ട് ചെയ്യുക, PU നമ്മളെ മെറ്റൽ കോട്ടിൻ്റെ ക്ലിയർ കോട്ട് MRF അടിക്കുക, ബ്രഷും ചെയ്യുക, സ്പ്രേയും ചെയ്യുക. ബ്രഷ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ 2 ദിവസം കഴിഞ്ഞ ശേഷം ബ്രഷ് ചെയ്യുക. സാധാ ടർപ്പൻ ബേസിൻ്റെ മുകളിൽ, ബേസ് കോട്ടിൻ്റെ മുകളിൽ ടർപ്പൻ ബേസുള്ള ടർപ്പൻ്റെ മിക്സിംഗ് ഉള്ള ക്ലിയർ പല കമ്പനിയുണ്ട്. ഏഷ്യൻ്റെ ഉണ്ട്, ഇൻഡിക്കോൻ്റെ ഉണ്ട്, ബെർജറിൻ്റെ ഉണ്ട്, ഗ്ലോസിലും ഉണ്ട്, മാറ്റിലും ഉണ്ട്. അത് നമുക്ക് അടിക്കാം. പിന്നെ PU നമുക്ക് അടിക്കാം. വാട്ടർ ബേസിൻ്റെ PU ക്ലിയർ പിറകിയുണ്ട്, അത് നമുക്ക് ബ്രഷ് കൊണ്ട് നമുക്ക് കണ്ണും ഞിമ്പി അടിക്കാം. അപ്പോൾ എല്ലാവരും സ്നേഹം മാത്രം. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഫോളോ ചെയ്യുക, ഷെയർ ചെയ്യുക.